ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയമുള്ളവരെ, ആറാമത്തെ ഹദീസാണ് നമ്മൾ പറയുന്നത്. ഈ കർമ്മങ്ങൾക്ക് ഹജ്ജിൻ്റെ കൂലിയുണ്ട്. അൻ ഇബ്നു അബ്ബാസിൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിംറഅത്തിൻ മിനൽ അൻസ്വാരി സമ്മാഹ ഇബ്നു അബ്ബാസ് ഫനസീതു ഇസ്മഹ മാ മനഅകി അൻ തഹുജ്ജി മഅന ഖാലത് ലം യകുൽ ലനാ ഇല്ലാ നാളിഹാനി ഫഹജ്ജ അബു വലദിഹ വബ്നുഹ അലാ നാളിഹിൻ വതറക ലനാ നാളിഹൻ നൻളിഹു അലൈഹി ഖാല ഫഇദാ ജാഅ റമളാനു ഫഅ്തമിരി ഫഇന്ന ഉംറതൻ ഫീഹി തഅദിലു ഹജ്ജ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീയോട് പറഞ്ഞു, നിനക്ക് ഞങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യാനുള്ള തടസ്സമെന്താണ്? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വെള്ളം ചുമക്കുന്ന 2 ഒട്ടകങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. അതിലൊന്നിൽ എൻ്റെ മകനും അവൻ്റെ പിതാവും ഹജ്ജിന് പോയി, മറ്റേതിനെ വെള്ളമെടുക്കാനായി ഞങ്ങൾക്ക് വിട്ടുപോയിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാൻ വന്നെത്തിയാൽ നീ ഉംറ ചെയ്യുക. നിശ്ചയമായും റമദാനിലെ ഉംറ ഹജ്ജിന് തുല്യമാകുന്നു. റമദാനിൽ വിശ്വാസിക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ വളരെ മഹത്തായ ഒരു കർമ്മമാണ് ഉംറ. ഹജ്ജിന് പോകാൻ പണമില്ലാത്ത, എന്നാൽ ഉംറക്കുള്ള സമ്പത്തും കഴിവും ഉള്ളവർ റമദാനിൽ അതിനായി തയ്യാറെടുത്താൽ അവർക്ക് അതുവഴി ഹജ്ജിൻ്റെ കൂലി തന്നെ ലഭിക്കും എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. വിശാലമായ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇപ്രകാരമാണ്: തഅദിലു ഹജ്ജതൻ മഈ, റമദാനിലെ ഉംറ എൻ്റെ കൂടെയുള്ള ഹജ്ജിന് തുല്യമാണ്. അഥവാ റമദാൻ മാസത്തിൽ ഉംറ ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന്. കഴിവുള്ളവർ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഓരോ ദിവസവും ഈ പ്രതിഫലങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. 1. നല്ല നീയത്ത് കൊണ്ട് നേടാനാവാത്ത പുണ്യങ്ങളില്ല. സമ്പത്തുള്ള ധാരാളം പേർ ഹജ്ജ് നിർവഹിക്കുമ്പോൾ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ എനിക്കും അവരെ പോലെ ഹജ്ജ് ചെയ്യാമല്ലോ എന്ന നല്ല ഉദ്ദേശം മനസ്സിൽ വച്ചാൽ ആ ഉദ്ദേശശുദ്ധി അനുസരിച്ച് അള്ളാഹു അവന് ഹജ്ജ് ചെയ്ത പ്രതിഫലം നൽകും. 2. ഇശ്റാഖ് നമസ്കാരം. അൻ അനസിൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വല്ലാ ഗദാത ഫീ ജമാഅ ثم قعد يذكر الله حتى تطلع الشمس ثم صلى ركعتين كانت له كأجر حجة وعمرة قال رسول الله صلى الله عليه وسلم താമത്തിൻ. ആരെങ്കിലും ഒരു സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുകയും സൂര്യോദയം വരെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ അവിടെ ഇരിക്കുകയും ശേഷം 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അവന് ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ട്. പരിപൂർണമായ പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിച്ചു പറഞ്ഞു. സുബഹി ജമാഅത്തിന് നാം പള്ളിയിലെത്താറുണ്ടോ? ഉണ്ടെങ്കിൽ സൂര്യോദയം വരെ ഇരിക്കാൻ ശ്രമിക്കാറുണ്ടോ? വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഞാൻ ചിലവഴിക്കേണ്ടത്. ഈ കൂലി ആലോചിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ആ സമയത്ത് മൂടിപ്പുതച്ച് കിടന്നുറങ്ങാൻ സാധിക്കുക? ഇശ്റാഖും ദുഹാ നിസ്കാരവും ഒന്നു തന്നെയാണ്. എന്നാൽ ഇശ്റാഖ് നിസ്കരിച്ച ഒരാൾക്ക് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ദുഹാ നമസ്കാരം വീണ്ടും നിർവഹിക്കുന്നതിന് കുഴപ്പമില്ല. ഇൽമ നേടാൻ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ ഇതേപോലെ പ്രതിഫലം ലഭിക്കും. അബി ഉമാമത്തുൽ ബാഹിലി മൻ ഗദാ ഇലാ മസ്ജിദിൻ ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു കാന ലഹു കഅജ്രി ഹജ്ജിൻ താമ്മൻ ഹജ്ജതുഹു. ആരെങ്കിലും അറിവ് പഠിക്കണമെന്നോ പഠിപ്പിക്കപ്പെടണമെന്നോ ഉള്ള ഉദ്ദേശം മാത്രം വെച്ച് പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ അവന് പരിപൂർണമായ ഹജ്ജിൻ്റെ കൂലിയുണ്ട്. എത്രയെത്ര പള്ളികളിൽ നല്ല ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. നാം അതിൽ പങ്കെടുക്കാറുണ്ടോ? ഈ കൂലി ലഭിക്കാനായി നമ്മുടെ പള്ളികളിൽ ക്ലാസുകൾ സംഘടിപ്പിക്കാൻ നമുക്കാവണം.
സ്ഥിരം ഖുർആൻ പഠന ക്ലാസുകൾ, ഹദീസ് ക്ലാസുകൾ, സുബഹി നമസ്കാര ശേഷമുള്ള ചെറിയ ഉത്ബോധനങ്ങൾ, ഇതെല്ലാം വലിയ അധ്വാനങ്ങളില്ലാതെ നമുക്ക് നടത്താൻ കഴിയുന്നതാണ്. വമ്പിച്ച പ്രതിഫലമാണ് പകരം ലഭിക്കുന്നത്. 4-ാമത്തെ കാര്യം, ഫർള് നിസ്കരിക്കാൻ വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് പള്ളിയിലേക്ക് പോകൽ. അൻ അബീ ഉമാമത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ ഇലാ സ്വലാത്തിൻ മക്തൂബ ഫഅജ്റുഹു കഅജ്രിൽ ഹാജ്ജിൽ മുഹ്രിം വമൻ ഖറജ ഇലാ തസ്ബീഹിൽ ളുഹ ലാ യുൻസിബുഹു ഇല്ലാ ഇയ്യാഹു ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമിർ. ആരെങ്കിലും വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് ശുദ്ധിയുള്ള അവസ്ഥയിൽ ഫർള് നിസ്കരിക്കാൻ പുറപ്പെട്ടാൽ അവനുള്ള കൂലി ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് ചെയ്തവൻ്റെ കൂലിയാണ്. ഇനി ഒരാൾ ദുഹാ നിസ്കാരം ഉദ്ദേശിച്ച് പുറപ്പെട്ടതെങ്കിൽ അവന് ഉംറ ചെയ്ത കൂലിയാണ്. ഫർള് നിസ്കാരത്തിന് ഹജ്ജിൻ്റെ കൂലിയും സുന്നത്ത് നിസ്കാരത്തിന് ഉംറയുടെ കൂലിയും ലഭിക്കുമെന്നാണ് മറ്റൊരു ഹദീസിലുള്ളത്. അൻ അബീ ഉമാമത്തിൽ ബാഹിലി റളിയല്ലാഹു അൻഹു മൻ മശ ഇല സ്വലാത്തിൽ മക്തൂബത്തി ഫിൽ ജമാഅ ഫഹിയ കൽ ഹജ്ജ വമൻ മശ ഇല സ്വലാത്തിൽ തതവ്വുഇ ഫഹിയ കഉംറത്തിൻ. ആരെങ്കിലും ജമാഅത്തായി ഫർള് നിസ്കാരത്തിനായി നടന്നു പോയാൽ അതൊരു ഹജ്ജിന് തുല്യമാണ്. ഇനി ആരെങ്കിലും സുന്നത്തിനായി നടന്നു പോയാൽ അത് ഉംറക്ക് തുല്യമാണ്. ചെറിയ ശ്രദ്ധ നൽകിയാൽ ഒരു ദിവസം 5 ഹജ്ജിൻ്റെ കൂലി വാങ്ങാൻ നമുക്കാകും. നാം ഒരുക്കമാണോ എന്നത് മാത്രമാണ് വിഷയം. നിസ്കാര ശേഷമുള്ള ദിക്ർ. ഒരിക്കൽ ദരിദ്രനായ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, ദഹബാഹുലുദ്ദൂരി മിനൽ അംവാലി ബിദ്ദറജാത്തിൽ ഉല വന്നഈമുൽ മുഖീം യുസല്ലൂന കമാ നുസല്ലി വയസൂമുന കമാ നസൂമു വലഹും ഫാളിലും മിൻ അംവാലി യഹുജ്ജൂന ബിഹാ വയഅ്തമിറൂന വയുജാഹിദൂന വയതസദ്ദഖൂന. സമ്പത്തുള്ള ആളുകൾ സ്ഥിരവും ഉന്നതവുമായ അനുഗ്രഹങ്ങളും പദവികളുമായിപ്പോയി. അവർ ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുകയും ഞങ്ങൾ നോമ്പെടുക്കുമ്പോൾ നോമ്പെടുക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം അവർക്ക് സമ്പത്തിൻ്റെ മേന്മയുണ്ട്. അവർ അതുകൊണ്ട് ഹജ്ജും ഉംറയും ജിഹാദും ദാനധർമ്മങ്ങളും നിർവഹിക്കുന്നു. ഇത് കേട്ടപ്പോൾ അവരെപ്പോലെ കൂലി ലഭിക്കാനുള്ള മാർഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇപ്രകാരം പറഞ്ഞു കൊടുത്തു, തുസബ്ബിഹൂൻ വതഹ്മദൂൻ വതുകബ്ബിറൂൻ ഖൽഫ കുല്ല സ്വലാത്തിൻ 33. നിങ്ങളെല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നീ ദിക്റുകൾ 33 തവണ ചൊല്ലുക. ഇവ ചൊല്ലിയാൽ പണമുള്ളവർ ഹജ്ജ് ചെയ്തതുപോലെ അടക്കം കൂലി ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 6-ാമത്തെ കാര്യം, ഹജ്ജിന് പോകാൻ സഹായിക്കൽ. അൻ സയ്യിദ് ബിൻ ഖാലിദ് അൽ ജുഹനി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ജഹ്സ ഹാജൻ ഔ ജഹ്സ ഗാസിയൻ ഔ ഖലഫഹു ഫി അഹ്ലിഹി ഔ ഫത്തറ സായിമൻ ഫലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ഷൈഉൻ. ആരെങ്കിലും ഒരാളെ ഹജ്ജിനായി ഒരുക്കുകയോ യുദ്ധത്തിനായി ഒരുക്കുകയോ അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുകയോ നോമ്പുകാരന് നോമ്പ് തുറപ്പിക്കുകയോ ചെയ്താൽ ചെയ്തവനിൽ നിന്നും ഒന്നും കുറയാതെ അതേ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. ചെറിയ ശ്രദ്ധയും താല്പര്യവും ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും നേടിയെടുക്കാൻ കഴിയുന്ന നന്മകളാണിത്. ഇവ കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.